വെൽക്കം ടു ബാരി ബോയ്സ് ചാനൽ. അക്കൗണ്ടിങ് സെഷൻ്റെ 10ാമത്തെ നാല്. ಇಂದು ನಂಗೆ ಆ್ಯಕ್ಚುಲಿ ಅಕೌಂಟಿಂಗ್ ಟೈಪ್ರ ಬಗ್ಗೆ ನೋಕೋಗಿಂತು ಅದರಕಾನ ஒரு ಇಂಪಾರ್ಟೆಂಟ್ ಅನ್ಕತ್ತೆ ಟಾಪಿಕ್ ಐಟಿಕ್ಕರು ಅಕೌಂಟಿಂಗ್ ಕ್ಯಾಟಗರಿ. ಇದು ನಂಗೆ ತೆಲ್ಲಿ ಡೀಪಾയിട്ട് നോക്കിയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞങ്ങൾ അക്കൗണ്ട് ടൈപ്പറെ നോക്കാം. ഞങ്ങൾ അക്കൗണ്ടിങ് ക്ലാസ്സിങ്ങ ಅಕೌಂಟಿಂಗ್ ಸ್ಟ್ರಕ್ಚರ್ ಕಾನ ಅಕೌಂಟಿಂಗ್ ಕಾನ್ಸೆಪ್ಟ್ರ ಮೇಲೆ പോയിട്ടുണ്ട്. ಫಸ್ಟಿಗೆ ಅಕೌಂಟಿಂಗ್ ಕಾನ್ಸೆಪ್ಟ್ ಅರ್ಥ ಆಯಂಗೆ ಸ್ಟ್ರಕ್ಚರ್ರೆ ಈಸಿಲಿ ಕ್ಯಾಚ್ ಹಾಕೋಬೋದು. കഴിഞ്ഞ 10 ക്ലാസ്സിൽ ഞങ്ങൾ ഇതേ സ്വറ ആക്കിയേ. ഫ്യൂച്ചറിലെ ക്ലാസ്സിങ്ങ ഈസി ആയിട്ട് അർത്ഥാവുകയായിട്ട് ഈ ക്ലാസ്സിങ്ങ ഇമ്പോർട്ടൻറ്റ്. ഒരു കോൺസെപ്റ്റ് അർത്ഥായെങ്കിൽ അതിരെ എങ്ങനെ ഡൈവ് ആക്കുന്നു ചെന്നിട്ടും ഞങ്ങൾക്ക് ഐഡിയ ഉണ്ട്. ಅದೇ ಟೀಕ್ರಿ ನಂಗೆ ಇತರ ಕ್ಲಾಸಿಂಗ ಅಕೌಂಟಿಂಗ್ ರೇ ಕಾನ್ಸೆಪ್ಟ್, ಟ್ರಾನ್ಸಾಕ್ಷನ್, ಕ್ಯಾಟಗರೀಸ್, ಟೈಪ್ಸ್, ನೇಚರ್ಸ್ ಅಂಡರ್ಸ್ಟ್ಯಾಂಡಿಂಗ್ ಹಾಕೊಂಡು പോയിട്ടുള്ളേ. ഫ്യൂച്ചറിലെ ക്ലാസ്സുകളെ ഇത് ഈസി ആക്കറ്. ക്വസ്റ്റ്യനുകൾ ഇന്നെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കേൾക്കാം. നിങ്ങൾക്ക് ഇന്ന ഡൗട്ടറെ ഇൻഷാല്ലാ ഞങ്ങൾ ക്ലിയർ ആക്കി തരാം. ഉണ്ട് അക്കൗണ്ടിങ് കാറ്റഗറി നോക്കാം. ಅಕೌಂಟಿಂಗ್ ಕ್ಯಾಟಗರಿ ಚೊಂದೆಂಗೆ ಫೈನಾನ್ಷಿಯಲ್ ರಿಪೋರ್ಟಿಂಗಾയിട്ട് ಬಿಸ್ನೆಸ್ ಟ್ರಾನ್ಸಾಕ್ಷൻ്റെ ക്ലാസിഫൈ ആക്കറേ. അത് ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റെ ಸ್ಟ್ರಕ್ಚರಿಂಗಿಗೆ ಇದು ಯೂಸ್ ಅವರು. ಅದಕ್ಕೆ ಬಿಸ್ನೆಸ್ರೆ ಪರ್ಫಾರ್ಮೆನ್ಸ್ರೆ ಅನಲೈಸ್ ಹಾಕೋಗೂ ಗ್ರೂಪಿಂಗ್ ಹಾಕೋಗೂ ಇದು ಈಸಿ ಆക്കി ತಂಡು. ഇതിൽ മേജർ 5 കാറ്റഗറി ആയിട്ടിക്കറ്. അതിൽ ഞങ്ങൾ 1 by 1 നോക്കാം. ഇതിൽ ഫസ്റ്റ് ആയിട്ടിക്കറ് അസറ്റ്, രണ്ടാമത്തേത് ലയബിലിറ്റി, മൂന്നാമത്തേത് ഓണേഴ്സ് ഇക്വിറ്റി, നാലാമത്തേത് ഇൻകം അല്ലെങ്കിൽ റവന്യൂ, അഞ്ചാമത്തേത് എക്സ്പെൻസസ്. ഇതിലെ ഞങ്ങൾ 1 by 1 ഡീപ്പായിട്ട് നോക്കാം. ബിഫോർ ദാറ്റ് അസറ്റ് ചൊന്നെങ്കിൽ ബിസിനസ്സിലെ സ്വത്തുങ്ങ, ലയബിലിറ്റി ചൊന്നെങ്കിൽ ബിസിനസ്സിൽ നിന്നിട്ട് കൊടുക്കുകയുള്ളത്, പുറത്തിറങ്ങി കൊടുക്കുകയുള്ളത്. ഓണേഴ്സ് ഇക്വിറ്റി ചൊന്നെങ്കിൽ ബിസിനസ്സിലെ ഓണർക്ക് കൊടുക്കറങ്ങളത് കൊടുത്തിട്ടും ലാസ്റ്റിಗೆ അയല ഓതി. ഇൻകം റവന്യൂ ചൊന്നെങ്കിൽ ബിസിനസ് കൊണ്ടിട്ടു എന്തിരെ ബന്നറ്. അതൊക്കെ എനിക്ക് എക്സ്പെൻസസ് ഈ ബിസിനസ്സിൽ ബറകായിട്ട് ಖರ್ಚಾക്കിയത്. ഇതായിട്ടിക്കറ് 5 കാറ്റഗറി. ഞങ്ങൾ 1 by 1 നോക്കിയാൽ പോവാം. ഫസ്റ്റ് ഐറ്റം അസറ്റ്. ദാറ്റ് ക്യാൻ ഗിവ് യു വാല്യൂ ഇൻ ഫ്യൂച്ചർ ഈവൻ ഇഫ് നോട്ട് സംതിങ് യു ക്യാൻ ഹോൾഡ് ഇൻ യുവർ ഹാൻഡ്. ഇപ്പം കയ്യിൽ നിന്നില്ലെങ്കിലും മുന്നോൽക്കും ഞങ്ങൾക്ക് ഒരു മൗല്യത്തിൻ്റെ എനിക്കത്തെ സ്വത്തുങ്ങളെ ഞങ്ങൾ അസറ്റിന് ചൊല്ലാം. അതിൽ അഡ്വാൻസ് കൊടുത്ത റെൻ്റ് ആവാം, കസ്റ്റമറെ കിട്ടോ ബാക്കിയുള്ളതാവാം, ഒരു IT കമ്പനി ഉണ്ടായെങ്കിൽ സോഫ്റ്റ്വെയർ ലൈസൻസിങ് ആവാം. ഇങ്ങനെ ಕ್ಯಾಶ್, ಇನ್ವೆಂಟರಿ, ಫರ್ನಿಚರ್, ವೆಹಿಕಲ್, ಲ್ಯಾಂಡ್ ಇದೆಲ್ಲ ಅಸೆಟ್ರ ಕ್ಯಾಟಗರಿയിൽ ಬಂದು. പിന്നെ കൊറിയ ഞങ്ങൾ അസറ്റായിട്ട് വിചാരിച്ചില്ലെങ്കിലും അക്കൗണ്ടിങ്ങിൻ്റെ പർപ്പസിൽ അതിരെ അസറ്റായിട്ട് നോക്കാം. അതിൽ അക്കൗണ്ട് റിസീവബിൾ, ഫ്യൂച്ചറിൽ പൈസ ഉണ്ട്, അതിലെ ബെനിഫിറ്റ് ഞങ്ങൾ എക്സ്പെക്റ്റ് ആക്കാം. പ്രീപെയ്ഡ് റെൻറ്റ് ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തറ അതിൽ ഞങ്ങൾ ഫ്യൂച്ചറിൽ യൂസ് ആക്കാം. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വെച്ചിറ ഫ്യൂച്ചറിൽ അതിരെ തിരിച്ചെടുക്കാം. സോഫ്റ്റ്വെയർ ലൈസൻസ് ഇതൊരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ടിക്കറ്. ആയെങ്കിലും ഇതിനെ കൊണ്ടിട്ട് ഫ്യൂച്ചറിൽ പൈസ ഉണ്ട്. അതൊക്കെ എനിക്ക് ഗുഡ് വില്ല് ഏതെങ്കിൽ അങ്ങനെ ഗുഡ് വില്ലിൻ്റെ ഫ്യൂച്ചറിൽ അതിൻ്റെ പേരിൽ പൈസ ആക്കുകയുള്ളൂ. പിന്നെ അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസസ് 2 തിങ്കൾ 3 തിങ്കളത്തെ മുന്നോറായിട്ട് റെൻറ്റാ അല്ലെങ്കിൽ വേറെ ഒന്നും കൊടുത്തിട്ടിക്കറ അത് ഞങ്ങൾ ഫ്യൂച്ചറിൽ യൂസ് ആക്കുകയുള്ളൂ. ഇതായിട്ടിക്കറ് അസറ്റ് കാറ്റഗറിയിൽ ബണ്ട് എനിക്കത്. നെക്സ്റ്റ് ലയബിലിറ്റി. ലയബിലിറ്റി ക്രിയേറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി ടുഡേ വെർ യു ഓ മണി, ഗൂഡ്സ്, സർവീസ് ടു സമ്മോൺ എൽസ്. ചൊന്നെങ്കിൽ ബാക്കി ഞങ്ങൾക്ക് കൊടുത്തിട്ടേ തീരണ എനിക്കത്തെ കുറേ ജവാബ്ദാരിങ്ങ ലയബിലിറ്റീസ് ഞങ്ങൾ അതൊരു പ്രോമിസ് ആയിട്ടിക്കറ്. അത് ഫ്യൂച്ചറിൽ ബ്രേക്ക് ആക്കാണ്ട് കൊടുക്കണം. ബില്ല് വന്നിട്ട് നിങ്ങൾ കെട്ടണം, ಸ್ಯಾಲರಿ ಕೊಡ್ತಿಲ್ಲ ಕೊಡ್ಕೊನು, ಲೋನ್ ಬಾಕಿ ತಿರ್ಚಿ ಕೆಟ್ಟೋನು.
ಇದೇ ಟಿಕ್ಕರ್ ಕಂಪನಿ ಲಯಬಿಲಿಟಿಂಗ അതിലും ഞങ്ങൾ മേജർലി നോക്കുകയാണെങ്കിൽ ലോൺ പേയബിൾ സാമാൻ സപ്ലൈക്ക് ക്രെഡിറ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ് ബില്ല് അല്ലാണ്ട് ഈ കാറ്റഗറിയിൽ ഞങ്ങൾ കരുതാത്തത് കുറേ ഐറ്റം റേ അക്കൗണ്ടിങ്ങിലെ ലയബിലിറ്റി ആയിട്ട് കൺസിഡർ ആക്കുന്നത് അത് ಆಲ್ರೆಡಿ ಚೊಂದ എനിക്ക് ಅಕೌಂಟಿಂಗ್ ಪೇಯಬಲ್ ಔಟ್ಸ್ಟ್ಯಾಂಡಿಂಗ್ ಎಕ್ಸ್ಪೆನ್ಸಸ್ ಅನ್ಅರ್ನ್ ರೆವೆನ್ಯೂ ചൊന്നെങ്കിൽ ഞങ്ങൾ പൈസ എടുത്തിട്ടിക്കില്ല സർവീസ് കൊടുത്തിട്ടിക്കില്ല അല്ലെങ്കിൽ സെയിലാക്കിയിട്ടിക്കില്ല ഇത് ഒരു ലയബിലിറ്റി ആയിട്ടിക്കല് ലോൺ ಇದಕ್ಕೆ ಮುಂದೆ ಚೊಂದ എനിക്ക് ಅದು ತಿರ್ಚಿ ಕೊಡ್ಕೊನುಂಡು പിന്നെ ಅಕ್ರೂಡ್ ಇಂಟ್ರೆಸ್ಟ್ ಚೊಂದ ഞങ്ങൾ ಕಡೆ എടുത്തിട്ടിക്കിರ ಇಂಟ್ರೆಸ್ಟ್ ಜನರೇಟ್ ആയിട്ടിക്കറ് ಅದು കൊടുക്കുന്നുണ്ട് ഇത് ലയബിലിറ്റി കാറ്റഗറിയിൽ ഉണ്ട് നെക്സ്റ്റ് ഓണേഴ്സ് ഇക്വിറ്റി ബിസിനസ്സിലുള്ള എല്ലാ കട സ്വന്തമായിട്ടിയാൽ പിന്നെ ആ ഒലിയുടെ ലാഭം ഉണ്ടല്ലേ അത് ഓണറെ സ്വത്തായിട്ടിക്കറ് ഞങ്ങൾ ഫസ്റ്റിಗೆ ചൊന്നെനിക്ക് ബിസിനസ് ಬೇರೆಮೆ ಓನರ್ ಬೇರೆಮೆ ബിസിനസ്ക്ക് അതിലിട്ട പൈസ ക്യാപിറ്റൽ ആയിട്ടിക്കറ് ಅದರ ನಡ್ಲು അതിൽ ಅದರ എടുക്കರೆങ്കിൽ അത് ಡ್ರಾಯಿಂಗ್ ആയിട്ടിക്കറ് പിന്നെ ലാസ്റ്റ് ബിസിനസ്സിലെ കണക്കാക്കിയിട്ടാകുമ്പോഴത്തേക്കും എന്തൊരു ലാഭമോ നഷ്ടമോ അത് ഓണർക്ക് അതായിട്ടിക്കറ് ഓണേഴ്സ് ഇക്വിറ്റി അതിൽ അതിൽ ഇനീഷ്യലായിട്ട് കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് ആവാം അല്ലെങ്കിൽ റിട്ടേൺഡ് അർണിങ്സ് ആവാം റിട്ടേൺ അർണിങ്സ് ചൊന്നെങ്കിൽ ബിസിനസ്സിൽ വന്ന പ്രോഫിറ്റ് സർട്ടൺ പെർസെൻറ്റേജ് എടുത്ത് വെച്ചിട്ടിക്കറ അല്ലെങ്കിൽ ബിസിനസ്ക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് റിലേറ്റഡ് പർപ്പസ് അതവിടെ പെൻഡിങ് ഇക്കറ് അതും അതിലേതെ ഓതിയായിട്ടിക്കറ് ಅದಕ್ಕೆ എനിക്ക് ಪ್ರಾಫಿಟ್ ಆ್ಯಂಡ್ ಲಾಸ್ ಕ್ಲೋಸಿಂಗಿൽ ಬಂದು എനിക്ക് ಎತ್ತೆ ಲಾಸಾ ಲಾಭಮಾ അതും അയാൾക്ക് ಸೇರದಾയിട്ടിക്കറ് നെക്സ്റ്റ് ഇൻകം ഓർ റെവന്യൂ the money a business earned by doing what it was created to do ഇതിലെന്തരല്ല ബണ്ട് ചൊന്നെങ്കിൽ സർവീസ് കിട്ടുന്ന എനിക്കത്തെ കമ്മീഷൻ ആവാം റെൻറ്റ് ലീസ് കൊടുത്തതിൽ ബണ്ട് പ്രോപ്പർട്ടിയിൽ ബണ്ട് ഇൻകം ആവാം അല്ലെങ്കിൽ ഉള്ള പ്രോപ്പർട്ടി ಕಂಪನಿലുള്ള എനിക്കത്തെ അസറ്റ്സ് അതിരെ ಸೇಲಾಕಿಟ್ಟು ಬಂಡೆ ವ್ಯಾಲ್ಯೂ ಆವಾം അല്ലെങ്കിൽ ലോൺ കൊടുത്തതിൽ ಬಂಡೆ ಇಂಟ್ರೆಸ್ಟ್ ആവാം അല്ലെങ്കിൽ പർച്ചേസ് ആക്കാൻ കിട്ടാൻ ഡിസ്കൗണ്ട് ആവാം ഇതെല്ലാം ഒരു ഇൻകം ആയിട്ടിക്കറ് നെക്സ്റ്റ് എക്സ്പെൻസസ് കോസ്റ്റ് എ ബിസിനസ് മസ്റ്റ് പേ ടു റൺ സ്മൂത്ത്ലി ಎಂದರೆ ಚೊಂದೆಂಗೆ ನಂಗೆ ಬಾಣಿಯ ಬರೋಗಾಯ್ತು ನಾ ಚೆಲವಾಕ್ರೆ ಅನ್ಕತ್ತೆ ಎಲ್ಲ ಖರ್ಚಿಂಗ ಅದು ಸ್ಯಾಲರಿ ಆವ ಎಲೆಕ್ಟ್ರಿಸಿಟಿ ಆವ ಮೈಂಟೆನೆನ್ಸ್ ಆವ ರೆಂಟ್ കൊടുക്കുന്നതാവ എന്തിനെಲ್ಲ ಖರ್ಚಿಂಗ ഞങ്ങളെ ബിസിനസ് സ്മൂത്ത് ആയിട്ട് നടക്കുമ്പോൾ ഞങ്ങളെല്ല ಖರ್ಚಾಕ್ರ അതായിട്ടിക്കറി എക്സ്പെൻസസ് കൊറിയ ಖರ್ಚಿಂಗಲೆ ഞങ്ങളെ കണ്ണ് കണ്ടില്ലെങ്കും അത് അക്കൗണ്ടിങ്ങിൽ ಖರ್ಚಿಂಗ್ ആയിട്ടിക്കറ് ಡಿಪ್ರಿಸಿಯೇಷನ್ ಕಟ್ಟು പോണ്ടത് ഫയർ ആവുന്നത് ഡിസ്കൗണ്ട് കൊടുത്തത് അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ കൊറിയ ಸೇಲ್ ആക്കിയിട്ട് പൈസ ಬರಾತಿಕ್ಕறது സർവീസ് ആക്കിയിട്ട് പൈസ ಬರಾಂಟಿಕ್ಕறது ಬ್ಯಾಡ್ ಡೆಟ್ಸ್ പിന്നെ ಚಾರಿಟಿ ಡೊನೇಷನ್ ಇದೆಲ್ಲಂ ಕಂಪನಿಗೆ ಎಕ್ಸ್ಪೆನ್ಸ್ ಆയിട്ടിಕ್ಕರು ಇದೇ ಥರ 5 ಕ್ಯಾಟಗರಿ ನಂಗಿನಿ ഈ കാറ്റഗറിയുടെ കുറേ സബ് കാറ്റഗറീസ് ഉണ്ട് അതിലൊന്ന് നോക്കാം അസറ്റിൽ കറണ്ട് അസറ്റും ഫിക്സഡ് അസറ്റും ഉണ്ട് ലയബിലിറ്റിയിലും കറണ്ട് ലയബിലിറ്റിയും ലോങ് ടേം ലയബിലിറ്റിയും ഉണ്ട് അതൊക്കെ എനിക്ക് ഇൻകമിലും എക്സ്പെൻസിലും ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ചൊല്ലാൻ എനിക്കത്തെ ഇൻകമും എക്സ്പെൻസസും ഉണ്ട് അത് ഞങ്ങൾ ബാലൻസ് ഷീറ്റിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ಬೇರೆ ಬೇರೆ പൊസിഷനിൽ ഇതിൽ ഞങ്ങൾ ഹൈലൈറ്റ് ആക്കുന്നുണ്ട് ഇന്ന് ഞങ്ങൾ അക്കൗണ്ടിങ്ങിലെ കാറ്റഗറിയുടെ ಬಗ್ಗೆ നോക്കാം ഞങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ಅಕೌಂಟ್ಸ್ರೆ ಟೈಪ್ಗಳೇ ನೋക്കാം ನೆನಪಬೇಕರು ಇದು ಅಕೌಂಟಿಂಗ್ ಟೈಪ್ ಅಲ್ಲ ಅಕೌಂಟ್ಸ್ರೆ ಟೈಪ್ ಆಯಿಟ್ಟಿಕ್ಕರು ನೆಕ್ಸ್ಟ್ ಕ್ಲಾಸಲ್ಲಿ ಥ್ಯಾಂಕ್ ಯು